ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ക്ലീനിങ് ഒക്കെ ചെയ്തതിൻ്റെ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ നമ്മൾ ജനലിൻ്റെ ഗ്ലാസ്സൊക്കെ തുറക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് നല്ലൊന്ന് തുളച്ചപ്പോൾ അതിൻ്റെ ചെളിയും എന്തൊക്കെയോ ഒരു കറള്ള പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് എന്താ ചെയ്യാന്ന് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ തോന്നിയത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് സുർക്ക ഒഴിച്ചിട്ട് ലിക്വിഡ് ഒഴിച്ചിട്ടാണ് തുടച്ച് നോക്കിയത് കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയായിട്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് വീഡിയോ എടുക്കാമെന്നുള്ളൊരു ഓർമ്മ വന്നത് കേട്ടോ. അതാണ് കലക്കുന്നതൊന്നും കാണിക്കാൻ നിന്നത്. അപ്പോൾ ആദ്യമേ കലക്കിയാൽ തുടക്കലൊക്കെ ഒന്ന് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കോട്ടൺ തുണി എടുത്തിട്ട് നല്ലൊന്ന് മുക്കി നല്ല പിഴിയണം കേട്ടോ. പിഴിഞ്ഞതിന് ശേഷം നല്ലൊന്ന് അമർത്തി തുടച്ച് കൊടുത്താൽ അതിലുള്ള കറയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ കബോർഡിൻ്റെ ചില്ലൊക്കെ ഒന്ന് തുടച്ച് നോക്കി കേട്ടോ. അപ്പോൾ നല്ല വൃത്തിയാകുന്നുണ്ട്. അപ്പോൾ എല്ലാ ഗ്ലാസ്സുകളും തുടച്ചപ്പോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ എല്ലാം നല്ല ക്ലീനാക്കി അടിച്ച് തുടച്ച് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് വലിയ പണിയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വല്ലാതെ അങ്ങോട്ട് വൃത്തികേടാവില്ല, എന്നാൽ ക്ലീനായിട്ട് കിടക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ വാഷ് ബേസിൻ്റെ അടുത്തുള്ള കണ്ണാടിയിൽ അതേപോലെ തന്നെ കൈ കഴുകുന്ന വെള്ളമൊക്കെ മക്കൾ തെറിപ്പിച്ചിട്ടൊക്കെ പുള്ളി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും നല്ലൊന്ന് തുടച്ച് ആദ്യം നല്ലൊന്ന് ഈ വെള്ളത്തിൽ മുക്കിയതായിട്ടൊന്ന് തുടച്ചിട്ട് ആ തുണിയൊന്ന് കഴുകിയിട്ട് നല്ലൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് നല്ലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്ലിയറായി കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിങ്ങനെ വീട് ഇവിടെ അങ്ങനെ ക്ലീൻ ചെയ്യൽ അങ്ങനെയാണ് കേട്ടോ. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടാകുമ്പം എന്തായാലും കാക്കയും വീട്ടിലുണ്ടാവും. ആ സമയത്ത് മൂപ്പരും ഓരോരോ കാര്യങ്ങൾ അതിൽ ഇതിലൊക്കെ നടന്ന് ഓരോന്നിങ്ങനെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്കും വേറെ പ്രത്യേകിച്ച് പണിക്കൊന്നും ഇപ്പം അന്ന് സമയം ഉണ്ടാവില്ല. അപ്പോൾ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ഞായറാഴ്ച ഏതായാലും ഫ്രീ ആയി കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ എല്ലാ സ്ഥലങ്ങളും കാര്യങ്ങളും വാതിൽ ജനൽ എല്ലാം തുടക്കുന്നുണ്ട് കേട്ടോ ഒന്ന്. അപ്പോൾ നമ്മളെ ടീപ്പോയിൻ്റെ ഗ്ലാസ് തുടച്ചു, അതേമാതിരി തന്നെ നമ്മളെ മീറ്റർ പെട്ടീൻ്റെ അതും ഗ്ലാസും എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിടുന്ന പൗഡർ ഉണ്ടല്ലോ, പൗഡർ വെച്ചിട്ട് ന്യൂസ് പേപ്പർ വെച്ച് ഗ്ലാസ് തുടച്ചാലും ക്ലീൻ ആവുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയിട്ടുണ്ടേ. അപ്പോൾ ഇങ്ങനെ സുർക്ക വെച്ചിട്ട് ചെയ്തപ്പോൾ കുറച്ച് നല്ല ഒന്നും കൂടി വൃത്തിയുള്ളതുപോലെ തോന്നി കേട്ടോ. അപ്പോൾ വാതിലിൻ്റെ ഗ്ലാസും എല്ലാ കാര്യങ്ങളും തുടച്ച് വാതിലുകളും എല്ലാം തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഓരോ 2-3 വാതിലും കാര്യങ്ങളും കൂടി ഉണ്ട് തുടക്കാൻ. നമ്മൾ സ്റ്റെയറിൻ്റെ കമ്പിയും കാര്യങ്ങളും ഒക്കെ അത് സുർക്ക ഇട്ടിട്ട് തുറക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചിലപ്പം പുളി തട്ടിയിട്ട് തുരുമ്പ് പിടിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ അതിൽ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യം. അപ്പോൾ നമ്മുടെ ജനൽ ചില്ല് തുടച്ചതാണ് കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നോക്കുമ്പോൾ എന്ത് ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. ആദ്യം മറ്റേ സാധാ തുണി വെച്ച് തുടച്ചപ്പം ഭയങ്കര ഒരു മൂടലുള്ള പോലെ ആയിരുന്നു കേട്ടോ കണ്ടിരുന്നത്. ഇപ്പോൾ നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ ഗ്ലാസ്സൊക്കെ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇനി കുറച്ചും കൂടെ പണി ബാക്കിയുണ്ട് കേട്ടോ. സ്റ്റെയറിലത്തെ കമ്പികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് തുടക്കാനായിട്ടൊക്കെ ഉണ്ട്. നമ്മുടെ വാതിലുകളും കുറച്ചും കൂടി തുടക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വീട് വൃത്തിയാക്കാനും കാര്യത്തിനൊക്കെ നിൽക്കുന്ന സമയത്ത് അവിടെ ഇവിടെ ഹോൾസും കാര്യങ്ങളും ഉള്ളതൊക്കെ ഇങ്ങനെ കാണും കേട്ടോ. അപ്പോൾ
അപ്പോൾ ഫ്രണ്ടിൽ നമ്മളെ മുറ്റത്ത് വന്നിട്ട് ഒരു കുഴി ഉണ്ട് കേട്ടോ. അപ്പോൾ അതെന്താ പെരിച്ചായി മാന്തിയാന്ന് നോക്കുമ്പോൾ പെരിച്ചായി മാന്തിയതല്ല കേട്ടോ, പിന്നെ നായ്ക്കളെന്തോ മാന്തിയതാണ്, സിമെൻറ്റ് മാന്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സിമെൻറ്റ് അവിടെ ഇടും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് ലൂസ് സിമെൻറ്റ് വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ബാത്റൂമിൻ്റെ ടൈലിൻ്റെ സൈഡൊക്കെ ചെറിയ ചെറിയ ഉൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ബാത്റൂമിൽ ഒഴിക്കുന്ന വെള്ളവും കാര്യങ്ങളൊക്കെ അതിൻ്റെ ആ ഗ്യാപ്പ് കൂടെ ഇറങ്ങിപ്പോകുന്ന കാരണം ഞങ്ങൾ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് സിമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് ഈ പിന്നെ ഇത് ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഇനി ചിലപ്പം നാളെയും വന്നിട്ട് ചിലപ്പം മാന്തിയിട്ട് വെക്കും കേട്ടോ. അതുകൊണ്ട് അതിന് കുറച്ച് സിമെൻറ്റും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ വൃത്തിയാക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോന്നും ചെയ്തും കൊണ്ടേയിരിക്കും കേട്ടോ, ഇല്ലെങ്കിൽ പിന്നെ ആ ഭാഗത്തേക്കേ ഇല്ല. അപ്പോൾ കുറച്ച് സിമെൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും ഇതിലേക്ക് കുറച്ച് മണലും കൂടി വേണം. അപ്പം മണൽ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, പാറപ്പൊടിയാണ്. പാറപ്പൊടി ഞങ്ങൾ കുറച്ചുകൂടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ബാക്കിൽ കുറച്ചും കൂടി സിമെൻറ്റും കാര്യങ്ങളൊക്കെ ഇടാനുണ്ട്, അതുകൊണ്ട് കുറച്ച് പാറപ്പൊടി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് പാറപ്പൊടി എടുത്തിട്ട് ഇതിലിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുറച്ച് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സിമെൻറ്റ് ഇടുന്ന കോരിയും കാര്യങ്ങളൊക്കെ നമുക്ക് മൂപ്പരെ അറിയുന്ന കാക്കനെ അറിയുന്ന ആൾക്കാർ പണിക്കാരൊക്കെ ഇങ്ങനെ കൊടുക്കുന്നതാണ് കേട്ടോ. പിന്നെ സിമെൻറ്റിൻ്റെ പണിയൊക്കെ എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതെന്ന് പറഞ്ഞാൽ അത്ര നല്ലതല്ല, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളതല്ലേ, പിന്നെ നല്ല തേപ്പ് പണിക്കൊക്കെ വേണ്ടത്. ഇതിങ്ങനെ കുറച്ച് വളഞ്ഞു ഒടിഞ്ഞൊക്കെ, എന്നാലും നമ്മളെ പണിക്ക് ഇതൊക്കെ തന്നെ ധാരാളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിമെൻറ്റ് ബാക്കിയുള്ളത് കെട്ടിയെടുത്ത് വെക്കണം, അപ്പോൾ കാറ്റ് കയറാതെ എടുത്ത് വെക്കണം. അപ്പോൾ ചെറിയ ചെറിയ പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ എടുത്ത് ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ കുഴി കേട്ടോ, സിമെൻറ്റാണ് മാന്തി പൊളിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ മോളാണ് വിളിച്ചത്. അപ്പോൾ ഇവിടെ വീഡിയോ റെക്കോർഡ് ചെയ്യാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഫോൺ എടുത്തതാണ് ഞാൻ. അപ്പോൾ ഈ സിമെൻറ്റ് ഇവിടെ പൊട്ടിച്ചത് പിന്നെ അതിലുണ്ടായിരുന്ന കല്ലും പൊടിയൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, കുറച്ച് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ സിമെൻറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി വന്നിട്ട് പിന്നെയും മാന്തും. അവിടെ എന്തുണ്ടായിട്ടാണ് മാന്തിക്കണമെന്ന് മാത്രം അറിയില്ല കേട്ടോ. മണ്ണാണെങ്കിൽ പോലും നമുക്ക് അവിടെ എന്തെങ്കിലും കുഴിച്ചിട്ടിട്ടുള്ളത് പെരിച്ചായി മാന്തുകയാണെങ്കിൽ പറയും. ഇത് പെരിച്ചായി അല്ല, നായ്ക്കളെന്തോ മാന്തിയതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് സിമെൻറ്റിൻ്റെ പണി ഒന്നും അറിയില്ല, എന്നാലും നമ്മൾ ചെയ്യന്നെ. മണലും സിമെൻറ്റും ഉണ്ടെങ്കിൽ പിന്നെ എടുത്തിടാമല്ലോ. ഒരു പണി അറിയില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാം ചെയ്ത് നോക്കുമ്പോഴല്ലേ എല്ലാം അറിയാം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെറിയ ഇങ്ങനത്തെ പൊട്ടോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സിമെൻറ്റും മണലും ഉണ്ടെങ്കിൽ നമുക്ക് വേഗം എടുത്ത് ഇടാവുന്ന ഇതല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സിമെൻറ്റിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ആണെങ്കിൽ ചെറിയ കുഴിയാണ്, ഞാൻ സിമെൻറ്റ് എടുത്തപ്പോൾ കുറച്ച് കൂടിയും പോയിട്ടോ. അപ്പോൾ ഇനി അതെന്താ ചെയ്യാന്ന് പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഒളിസുണ്ടോ എന്ന് തിരഞ്ഞ് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അടുക്കളേൻ്റെ ഭാഗത്ത് ഇവിടെ ചെറിയ ഒളിസുണ്ട്. അപ്പോൾ നമുക്ക് ആ സിമെൻറ്റ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അധികവും ഇല്ല, എന്നാൽ കുറച്ചുണ്ട്, അത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് തുണികളും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബീറോയും കാര്യങ്ങളൊക്കെ മടക്കി വെക്കുന്ന സമയത്ത് പിന്നെ സ്റ്റിച്ച് പോയതും സ്റ്റിച്ച് വിട്ടതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കി എടുത്ത് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ തന്നെ വീടും കാര്യങ്ങളൊക്കെ ഒന്ന് തുടക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും തുടക്കലും കഴിഞ്ഞ് അപ്പോൾ അങ്ങനെ സ്റ്റെയറും തുടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഗ്ലാസ്സൊക്കെ തുടച്ച് ഉണങ്ങിയതിൻ്റെ ശേഷമുള്ളൊരു ഇത് കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ കണ്ടില്ല, നല്ല ക്ലിയർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് പുള്ളിയോ കാര്യങ്ങളോ ഒന്നുമില്ല, നന്നായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഞായറാഴ്ച ഒരു ദിവസം നമുക്കും പിന്നെ ജോലിയുള്ളവർക്കൊക്കെ ഞായറാഴ്ച ഫ്രീ ആണെങ്കിൽ നമ്മൾ അത്രയും ദിവസം കുറച്ച് ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയാണ് കേട്ടോ നമുക്ക് ഫുള്ള് പണിയുള്ളത്. അപ്പോൾ എല്ലായിടത്തും നല്ല ക്ലീനാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അന്ന് പിന്നെ ഒരു പണി എടുത്തിട്ടില്ല കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ കുറേ സമയമായിട്ടുണ്ട്. പിന്നെ ഞാൻ തിങ്കളാഴ്ചയാണ് കേട്ടോ പിന്നെ തയ്ക്കലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നിന്നത്.
അപ്പം മോനോട് ഞാൻ പറയായിരുന്നു കേട്ടോ. അവൻ പറഞ്ഞു മെഡിക്കലിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗ്ലാസും കാര്യങ്ങളൊക്കെ തുടക്കുകയും ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു നോക്ക് കേട്ടോ. സുർക്കയും കുറച്ച് എടുത്തിട്ട് എന്തായാലും ഹാൻഡ് വാഷ് അവിടെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതും കൂട്ടിയിട്ട് ഒന്ന് ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ച് നോക്കൊണ്ടൊന്ന് നല്ല വൃത്തിയാവും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നൈറ്റി പിന്നെ ഒരു നൈറ്റി ഉണ്ട് പാവാട തയ്ക്കാൻ, അതും പിന്നെ കുറച്ച് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ചെയ്യാമെന്ന് വെച്ചിട്ട് ഞാൻ കയറി വന്നതാണ്. അപ്പോൾ നൈറ്റിയൊക്കെ ഇപ്പോൾ കുറച്ച് പഴകിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ പാവാടയും കാര്യങ്ങളൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നൈറ്റി കൊണ്ടൊക്കെ തയ്ച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണങ്ങാനും എളുപ്പമാണ്, പിന്നെ ഉപയോഗിക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ അതിന് വലിയ പണിയൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒരാഴ്ചൻ്റെ മേലായി ഞാൻ മെഷീനിലേക്ക് വന്നിട്ട് കേട്ടോ. അപ്പോൾ പിന്നെ നൂലൊക്കെ ഒന്ന് ഇട്ട് നോക്കി തയ്ക്കാനിങ്ങനെ ഇരിക്കാൻ നോക്കുമ്പോഴാണ് കറണ്ട് കണക്ഷൻ ഇല്ല കേട്ടോ. ഫ്ലഗൊക്കെ ഇവർ ഇസ്തിരിപ്പെട്ടി കുത്താൻ വേണ്ടിയിട്ടൊക്കെ ഊരിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കുത്തി ഞാൻ ആദ്യം ഇവിടെ വന്നിട്ടാണ് കേട്ടോ മെഷീനിൽ ഒരു ദിവസം ഇരിക്കാതെ ഇരിക്കുന്നത്. അവിടെ ദിവസമല്ലേ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടുള്ള പണികളെങ്കിലും ദിവസം ഉണ്ടാവും കേട്ടോ. എനിക്ക് മടി പിടിച്ചിട്ട് വയ്യാതാവുമ്പോൾ ഞാൻ ഇരിക്കാത്തതേ ഉള്ളൂ. അല്ലെങ്കിൽ എനിക്കെന്നും ഡെയിലി ഒരു 10-30 അത്ര മതി, നമ്മളെ ആവശ്യത്തിന് അത് മതിയല്ലോ. 30-50 ഒക്കെ ആയിട്ട് ദിവസം കിട്ടും കേട്ടോ. അങ്ങനെ ആയിരുന്നു കേട്ടോ അവിടേക്ക് ആകുമ്പോൾ തയ്ക്കാൻ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അതാണ് ഭയങ്കര പ്രയാസമായിട്ട് തോന്നിയത് കേട്ടോ. പിന്നെ അപ്പോൾ കുറച്ച് നമ്മളത് തയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വന്ന് അങ്ങനെ തയ്ക്കലൊക്കെയാണ് കേട്ടോ. അപ്പം മോളെ പാൻറ്റിൻ്റെ എലാസ്റ്റിക്കൊക്കെ ഒന്ന് ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമൊക്കെ ഒന്ന് ശരിയാക്കണം. അപ്പോൾ ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നൈറ്റി ഇതാണ് കേട്ടോ നൈറ്റി. അപ്പോൾ ഉപയോഗിച്ച് പിന്നെ മഴക്കാലം കഴിയട്ടെ എന്ന് വെച്ചിട്ട് ഇരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഒരു പാവാട തയ്ക്കാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഈ അളവിനാണ് കേട്ടോ വെട്ടുന്നത്. അപ്പോൾ ഇത്ര ഭാഗം മടക്കി തയ്ക്കാനായിട്ട് വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഈ ഭാഗത്ത് സ്റ്റിച്ച് അങ്ങനെ അഴിച്ചെടുക്കണം കേട്ടോ. ചെറിയ പണിയുള്ളൂ, അധികം പണിയൊന്നുമില്ല കേട്ടോ. ഈ ഭാഗത്ത് മാത്രം സ്റ്റിച്ച് അയച്ചെടുത്തിട്ട് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി എളുപ്പമായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ പാവാട കയർ കെട്ടുന്നതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു ഓപ്പൺ ചെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് കേട്ടോ. അപ്പോൾ ആ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കയറും കൂടി അടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ കയറ് ആദ്യമേ ഉള്ളിൽ വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാനായിട്ട്. ഇവിടെ നമുക്ക് വേറെ കട്ടിങ് പീസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ആ തുണി അങ്ങനെ മറിച്ചിങ്ങോട്ട് അടിച്ചാൽ മതിയേ. അപ്പോൾ എളുപ്പമാണ് കേട്ടോ ഇങ്ങനെ പാവാട തയ്ക്കാനൊക്കെ ആയിട്ട്. ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെയൊക്കെ തയ്ക്കലൊക്കെ പഠിച്ചത് അവിടെ പോയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ നിറയെ കിട്ടും കേട്ടോ തയ്ക്കാനൊക്കെ. തയ്ക്കാനും സിമ്പിളാണ്. ഇങ്ങനത്തെ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ ഒരു ഇതാണ് കേട്ടോ. അപ്പം ഇപ്പോഴൊക്കെ അവർ ഭയങ്കര മിസ് ചെയ്യുന്നുണ്ടാവും കേട്ടോ ഞാനവിടെ ഇല്ലാത്തത്. എന്താണെന്ന് വെച്ചാൽ 2-3 ആൾക്കാർ ഞങ്ങളെപ്പോലത്തെ ഉണ്ടായിരുന്നു, അവരൊക്കെ വീട് മാറി പോയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ പാവാട തയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ് കേട്ടോ. നൈറ്റിയും കാര്യങ്ങളൊക്കെ മഴക്കാലത്തൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇപ്പോൾ നമ്മൾ ആദ്യം ഓപ്പൺ തയ്ച്ചില്ല, ആ ഭാഗത്ത് മാത്രം ഒരു സ്റ്റിച്ചിട്ട് കൊടുത്താൽ പാവാടൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്ക് പിന്നെ അരഭാഗത്ത് കയറ് അടിച്ചതിൻ്റെ ആ ഭാഗത്തും ഒരു ചെറിയ സ്റ്റിച്ച് ഇട്ട് കൊടുത്താൽ പിന്നെ കയറ് അങ്ങോട്ടും ഊരി വരികയില്ല കേട്ടോ. അപ്പോൾ പാവാടേൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ആഴ്ചയിൽ ഞാൻ കുറച്ച് തുണികൾ എടുത്ത് വെച്ചതാണ് കേട്ടോ അപ്പോൾ ഈ തയ്ച്ച് എടുത്തിട്ടുള്ളത്. പിന്നെ ഇനി ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി തുണികളും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഉള്ളതൊക്കെ എല്ലാം നീറ്റിലും കാര്യത്തിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ബട്ടന് പോയിട്ടുണ്ടെങ്കിൽ അതും ഒക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒക്കെ ഉപയോഗിക്കാൻ എളുപ്പമാണ് കേട്ടോ.
അപ്പോൾ ഇന്ന് തുണികൾ ഇത്രയാണ് കേട്ടോ തയ്ച്ചത്. അപ്പോൾ ഇന്നത്തെയുള്ളൂ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.